ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചെയ്തത് എന്തായിരുന്നടാ? 2025 ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിന്റെ ബാക്കി കണ്ടിന്യൂഷൻ പോർഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ 3 cos inverse x ഈക്വൽ ടു എന്താണ് മക്കളെ? 3 cos inverse x ഈക്വൽ ടു എന്താണെന്ന് പ്രൂവ് ചെയ്യണം? cos inverse 4s³ - 3x ആണ് നമുക്ക് ചെയ്യണം അല്ലേ? ഇത് നമ്മൾ ഓൾറെഡി ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, പുട്ട് ചെയ്യാം. നമുക്ക് ഇവിടെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആർത്തസ് എടുക്കാം, ആർത്തസ് പാർട്ട് എടുക്കാം. ഇവിടുത്തെ ആർത്തസ് ആരാണ്? 4s³ അല്ലേ? സോറി, cos inverse 4s³ - 3x ആണ് അല്ലേ? സോ ഇവിടെ പുട്ട് ചെയ്യാം. പുട്ട് x ഈക്വൽ ടു എക്സിന് ഞാൻ കൊടുക്കാൻ പോകുന്ന വാല്യൂ cos തീറ്റയാണ്. അതാണ്ട് മക്കളെ cos തീറ്റ. അങ്ങനെ തീറ്റ ഈക്വൽ ടു എന്തായിരിക്കും? ഈ cos ഇപ്പുറത്ത് വരുമ്പോൾ ഈ cos ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? അത് cos inverse x ആവും. സോ എക്സിന് cos തീറ്റ കൊടുക്കുകയാണെങ്കിൽ ഇത് എങ്ങനെ മാറും? cos inverse 4 cos³ തീറ്റ മൈനസ് 3 cos തീറ്റ എന്നാവും അല്ലേ? ദാറ്റ്സ് ഈക്വൽ ടു cos inverse 4 cos³ തീറ്റ മൈനസ് 3 cos തീറ്റ എന്ന് പറഞ്ഞത് ആരാണ്ടാ? അത് cos 3 തീറ്റയാണ്. ആരാണ്? cos 3 തീറ്റ. സോ ഇതിന്റെ ആൻസർ എന്താണ്? ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ആരാണ്? cos 3 തീറ്റയാണ്. സോ ഇവിടെ എന്താണ്? ഈ കോസ് ഇൻവേഴ്സും ഈ ഒരു കോസും കൂടെ എന്തായി പോവും? ക്യാൻസൽ ആയി പോവും. ബാക്കി നമുക്ക് എന്ത് കിട്ടും? 3 തീറ്റ എന്ന് കിട്ടും. ഇവിടെ കൊണ്ട് നിർത്തിയിട്ട് പോവല്. 3 ഇൻറ്റു തീറ്റ എന്ന് പറഞ്ഞാൽ രണ്ട തീറ്റ. തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് ഇൻവേഴ്സ് എക്സ് ആണ് അല്ലേ? അപ്പോൾ 3 ഇൻറ്റു കോസ് ഇൻവേഴ്സ് എക്സ് ദാറ്റ്സ് ഈക്വൽ ടു 3 കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ LHS അല്ലേ? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. y ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 1 - s² / 1 + s². ഇവിടെ ഞാൻ പുട്ട് ചെയ്യാൻ പോകുന്നത് പുട്ട് x ഈക്വൽ ടു ടാൻ തീറ്റ. എക്സിന് എന്ത് കൊടുക്കേണ്ട? ടാൻ തീറ്റ എന്ന് കൊടുക്കുകയാണ്. അങ്ങനെ തീറ്റ എന്തായിരിക്കും? തീറ്റ ഈ ടാൻ ഇപ്പുറത്തും എന്താവും? ടാൻ ഇൻവേഴ്സ് എക്സ് എന്നാവും. നമ്മൾ പഠിച്ചിട്ടുണ്ട് y ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 1 - എക്സിന് ടാൻ തീറ്റ കൊടുക്കുമ്പോൾ എന്താവും? 1 - tan² തീറ്റ ബൈ 1 + tan² തീറ്റ. ഇവിടെ cos 2 തീറ്റയ്ക്ക് ഒരു ആൻസർ ഉണ്ട്. 1 - tan² തീറ്റ ബൈ 1 + tan² തീറ്റ. അപ്പൊ നമുക്ക് ഇവിടുത്തെ 1 - tan² തീറ്റ ബൈ 1 + tan² തീറ്റയ്ക്ക് ഒരു ആരെ കൊടുക്കാം? cos 2 തീറ്റ എന്ന് കൊടുക്കാം അല്ലേ? സോ അപ്പൊ ആൻസർ എങ്ങനെ മാറും? y ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് cos 2 തീറ്റ. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് കോസ് ഇൻവേഴ്സും കോസും കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 2 തീറ്റ എന്ന് കിട്ടും. ദാറ്റ്സ് ഈക്വൽ ടു 2 ഇൻറ്റു തീറ്റ എന്ന് പറഞ്ഞാൽ തീറ്റ. തീറ്റ എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് എക്സ് ആണ്. സോ ഫൈനൽ ആൻസർ നമുക്ക് എന്ത് കിട്ടും? 2 ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്ന ഒരു ആൻസർ കിട്ടും. അവിടെ നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ആൽഫ ഉണ്ട് ബീറ്റ അല്ലെ? എന്താണ്? എ ഈക്വൽ ടു ആൽഫ ബീറ്റ ഗാമ മൈനസ് ആൽഫ ഈ സച്ച് ദാറ്റ് a² ഈക്വൽ ടു എന്താണ്? a² ഈക്വൽ ടു i ആണ്. ഇതിൽ ഏതോ ഒരു ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ട്. എ ആവാം, ബി ആവാം, സി ആവാം, ഡി ആവാം. ഇതിൽ ഏതോ ഒരു ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. അതായത് ഏതാണ് നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം അല്ലേ? ഇവിടെ ഒരു ഹിന്റ് ഉണ്ട്. a² ഈക്വൽ ടു എന്താണ്? a² ഈക്വൽ ടു i. നമുക്ക് അപ്പോൾ അതിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ a² എന്ന് പറഞ്ഞാൽ a² a ഇൻറ്റു എ അല്ലേ? a ഇൻറ്റു എ അതാണല്ലോ a² എന്ന് പറഞ്ഞാൽ. അപ്പോൾ a ഇൻറ്റു എ എന്ന് പറഞ്ഞാലാണ് എ ആൽഫ ബീറ്റ ഗാമ മൈനസ് ആൽഫ ഇൻറ്റു എന്താണ്? ആൽഫ ബീറ്റ ഗാമ മൈനസ് ആൽഫ. സോ എങ്ങനെയാണ് നമ്മൾ ഇൻറ്റു ചെയ്യുക? ഫസ്റ്റ് റോ കൊണ്ട് ഫസ്റ്റ് കോളത്തെ എന്ത് ചെയ്യുക? ഇൻറ്റു ചെയ്യുക. അപ്പോൾ ആൽഫ ഇൻറ്റു ആൽഫ എന്താവും? ആൽഫ². ഏതാണ്ട് ആൽഫ². അടുത്ത ബീറ്റ ഇൻറ്റു ഗാമ പ്ലസ് ബീറ്റ ഗാമ. ഒന്നുമില്ല, ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം. അതിൽ ആൽഫ ഇൻറ്റു ആൽഫ ആൽഫ² പ്ലസ് ബീറ്റ ഇൻറ്റു ഗാമ എന്താണ്? ബീറ്റ ഗാമ. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. ഇനി വീണ്ടും ഈ ഫസ്റ്റ് റോ കൊണ്ട് എന്ത് ചെയ്യണം? ഈ സെക്കൻഡ് കോളത്തെ നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റു ചെയ്യണം. അപ്പൊ ആൽഫ ഇൻറ്റു ബീറ്റ. ആൽഫ ഇൻറ്റു ബീറ്റ എന്താണ് മക്കളെ? ആൽഫ ബീറ്റ. അതാണ് ആൽഫ ബീറ്റ. അതുപോലെ അടുത്ത് എന്ത് ചെയ്യണം? ബീറ്റ ഇൻറ്റു മൈനസ് എന്താണ്? ആൽഫ. എന്ത് കിട്ടും? മൈനസ് ബീറ്റ ആൽഫ. മൈനസ് ബീറ്റ ആൽഫ അല്ലേ? മൈനസ് ബീറ്റ ആൽഫ. മൈനസ് ബീറ്റ ആൽഫ.
നെക്സ്റ്റ് വൺ താഴെ നമ്മൾ ഞാൻ അടുത്ത റോയിലേക്ക് പോവുകയാണ്. ഇനി ഫസ്റ്റ് റോ കൊണ്ട് ഇൻറ്റു ചെയ്യാൻ ഇനി കോളം എന്താണ് ഇല്ല, ഇതിനെ ഇൻറ്റു ചെയ്തു, ഇതിനെ നമ്മൾ ഇൻറ്റു ചെയ്തു. ഇവിടെ ഇനി വല്ല ഇൻറ്റു ചെയ്യാൻ ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങോട്ട് പോവുള്ളൂ, ഇങ്ങോട്ട് പോകത്തുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത റോ എടുക്കണം. അടുത്ത റോ എടുക്കണം, നമ്മൾ എവിടെ വരണം, ഇവിടെ വരണം. ഓക്കെ, അപ്പം അടുത്ത റോ എടുത്തിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ചെയ്യുന്ന പരിപാടി ഇത് ചെയ്യണം. ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളത്തിന് എന്ത് ചെയ്യണം, സെക്കൻഡ് കോളം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് കോളവും സെക്കൻഡ് കോളവും നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ ഇൻറ്റു ചെയ്യണം. സ്റ്റാർട്ട് ചെയ്യാം. ഗാമ ഇൻറ്റു ആൽഫ എന്താണ്, ആൽഫ ഗാമ തന്നെ എഴുതാം. ആൽഫ ഗാമ. അടുത്തത് പ്ലസ് അവിടെ നിൽക്കട്ടെ. അടുത്ത് നമ്മൾ വീണ്ടും അടുത്ത് എന്ത് ചെയ്യണം, ഈ റോ കൊണ്ട് ഈ കോളത്തിനാണ് ഇൻറ്റു ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, ഗാമ ഇൻറ്റു എന്താണ്, ആൽഫ ചെയ്തു നമ്മൾ. ഇനി അടുത്ത് എന്താണ്, മൈനസ് ആൽഫ ഇൻറ്റു ഗാമ. അപ്പം മൈനസ് ആൽഫ ഇൻറ്റു ഗാമ. നെക്സ്റ്റ് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഈ റോ കൊണ്ട് ഈ കോളത്തെ എന്ത് ചെയ്യണം, ഇൻറ്റു ചെയ്യണം. അപ്പം എന്താണ്, ഗാമ ഇൻറ്റു ബീറ്റ എന്താണ്, ഗാമ ബീറ്റ അല്ലേ, ഗാമ ബീറ്റ. അടുത്തത് മൈനസ് ആൽഫ ഇൻറ്റു മൈനസ് ആൽഫ എന്തായിരിക്കും ആൻസർ, പ്ലസ് ആൽഫ സ്ക്വയർ എന്ന് കിട്ടും. ഇനി ആൽഫ ബീറ്റ മൈനസ് ആൽഫ ഇത് രണ്ടും സെയിം സാധനമല്ലേ, കട്ട് ചെയ്ത് കളയാം. ഇവിടെ ഇത് രണ്ടും സെയിം സാധനമാണ്, അവിടെ എന്തായി പോകും, ആൻസർ 0 ആയി പോകും അല്ലേ. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് എ സ്ക്വയർ ഈക്വൽ ടു എന്നാണ് പറയുന്നത്, എ സ്ക്വയർ ഈക്വൽ ടു ഐ ആണല്ലേ. അപ്പോൾ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടുത്തെ ആൻസർ, ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ ഗാമ. അടുത്തത് 0. ഇവിടെ എന്താണ്, നമുക്കൊന്ന് അറേഞ്ച് ചെയ്യാം. ആൽഫ സ്ക്വയർ പ്ലസ് എന്ത് തന്നെയാണ്, ബീറ്റ ഗാമ തന്നെയാണ് അവിടെ, ഈക്വൽ ടു അപ്പുറത്ത് 1001. സോ അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും നമുക്ക് എന്ത് എഴുതാം, ഇത് ഈക്വൽ ടു എന്താണ്, ഇതല്ലേ, രണ്ട് മെട്രിക്സ് ഈക്വൽ എന്നല്ലേ കാണിക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ ഗാമ ഈക്വൽ ടു 1. അങ്ങോട്ട് ഓപ്ഷൻ അതിനകത്തുണ്ടോ, അപ്പുറത്ത് ഈക്വൽ ടു 0 ആണല്ലേ ആക്കേണ്ടത്. അപ്പോൾ +1 ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും, -1 ആവും അല്ലേ. അപ്പോൾ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ ഗാമ -1 ഈക്വൽ ടു 0 ഉണ്ടോ. ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ ഗാമ -1. അപ്പൊ അങ്ങനെ ഒരു ആൻസർ നോക്കുമ്പോൾ എന്താണ്, നമുക്ക് കിട്ടിയ ഒരു ആൻസർ അതിനകത്തില്ല, ഉണ്ടടയില്ല. ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ ഗാമ -1 ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു ആൻസർ അതിനകത്തില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇവിടെ നിന്ന് എല്ലാം ഒരു മൈനസിനെ അങ്ങ് പുറത്തെടുത്താലോ, അല്ലെങ്കിൽ ഒരു മൈനസ് ഉണ്ടെങ്കിൽ ഫുൾ അങ്ങ് ഇൻറ്റു ചെയ്താൽ എന്ത് സംഭവിക്കും, മൈനസ് ആൽഫ സ്ക്വയർ മൈനസ് ബീറ്റ ഗാമ -1 എന്താവും, +1 ഈക്വൽ ടു 0. അതാവുണ്ടാ, നിങ്ങൾ നോക്ക്, ഉണ്ട്. ഈ ഒരു സംഭവം നിങ്ങൾ നോക്കിക്കേ, ഓപ്ഷൻ സി നോക്കിക്കേ, മൈനസ് ആൽഫ സ്ക്വയർ മൈനസ് ബീറ്റ ഗാമ +1 ഈക്വൽ ടു 0. സോ ഓപ്ഷൻ ഏതാണ്, സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അതിൽ വേറൊരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, എ ഈക്വൽ ടു എന്തുണ്ട് മക്കളെ, എ ഈക്വൽ ടു 3 - 2 4 - 2. അതുപോലെ ഐ എന്ന് പറഞ്ഞാൽ 1001. നമുക്ക് ആദ്യം ആരെ കണ്ടുപിടിക്കണം, എ സ്ക്വയർ എന്താണ് ഇങ്ങനെ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കണം. എ സ്ക്വയർ നിങ്ങൾ എന്താണ് ആദ്യം അറിയണം എന്താണെന്ന്. എ സ്ക്വയർ എന്താണ് ആദ്യം, എ എന്ന് പറഞ്ഞാൽ 3 - 2 4 - 2 നമ്മൾ എന്ത് ചെയ്യണം, അതേ മെട്രിക്സ് കൊണ്ട് തന്നെ വീണ്ടും എന്ത് ചെയ്യണം, ഇൻറ്റു ചെയ്യണം അല്ലേ. സോ അപ്പോൾ എന്തായിരിക്കും ആൻസർ, ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം 3 × 3 9 -2 × 4. അതായത് ഫസ്റ്റ് റോയെ ഫസ്റ്റ് കോളം കൊണ്ട് ഇൻറ്റു ചെയ്യണം. 3 × 3 എന്താണ് 9 -2 × 4 -8. അടുത്ത വീണ്ടും 3 × -2 -6 -2 × -2 +4. അതായത് ഫസ്റ്റ് റോ കൊണ്ട് സെക്കൻഡ് കോളം 3 × -2 ആൻസർ എന്താണ് -6 -2 × -2 എന്താണ് +4. ക്ലിയർ. ഇനി വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, സെക്കൻഡ് റോ കൊണ്ട് ഫസ്റ്റ് കോളത്തിൽ എന്ത് ചെയ്യണം. അപ്പോൾ 4 × 3 12 -2 × 4 4 × 3 12. അടുത്ത -2 × 4 -8. ഇത് എങ്ങനെയാണ് നോക്കിക്കോ, സെക്കൻഡ് റോ കൊണ്ട് ഫസ്റ്റ് കോളം 4 × 3 എന്താണ് 12. അടുത്ത -2 × 4 എത്രയാണ് -8. കഴിഞ്ഞു. വീണ്ടും സെക്കൻഡ് റോ കൊണ്ട് സെക്കൻഡ് കോളത്തെ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും ഇൻറ്റു ചെയ്യണം. അപ്പോൾ 4 × -2 -8 -2 × -2 +4. സോ ആൻസർ നമുക്ക് എന്ത് കിട്ടും, 9 - 8 1 -6 + 4 -2
നെക്സ്റ്റ് വൺ 12 മൈനസ് 8. 12 മൈനസ് 8 എത്ര ഉണ്ടാവും മക്കളെ? 12 മൈനസ് 8. 12 മൈനസ് 8 ആൻസർ 4. അടുത്തത് -8 + 4 ആൻസർ എന്താണ് മക്കളെ? -4 ആണ്. അപ്പൊ എ സ്കോർ കിട്ടി. ഇനി കെ എ എന്ന് പറയുന്നത് കെ എ എന്ന് പറയുന്നത് കെ കൊണ്ട് എയിലുള്ള എല്ലാ എലമെന്റിനെയും നമുക്ക് എന്ത് ചെയ്യണം? ഇൻറ്റു ചെയ്യണം. അതാണ് കെ എ. അപ്പൊ ആൻസർ എന്ത് കിട്ടും? 3k - 2k 4k - 2k. ഇതാണ് ആര്? കെ എ എന്ന് പറയുന്നത്. ഇനി -2i എന്ന് പറയുന്നത് 2i. 2i എന്ന് പറഞ്ഞാൽ എന്താണ്? 2 × 1001. സോ ആൻസർ 2002. ഇതിനെല്ലാം കൂടെ നമ്മൾ എന്ത് എഴുതാൽ മതി? ഇക്വേഷൻ എടുത്ത് കൊടുത്താൽ മതി. എ സ്കോർ ഈക്വൽ ടു കെ എ -2i എന്നല്ലേ? എ സ്കോറിന്റെ വാല്യൂ എന്താണ്? എ സ്കോറിന്റെ വാല്യൂ 1 -2 4 -4. കെ യുടെ വാല്യൂ എന്താണ്? 3k -2k 4k -2k. -2i എന്ന് പറയുന്നത് എന്താണ് മക്കളെ? 2002. That's equal to 1 -2 4 -4 equal to ഇത് മൈനസ് ചെയ്യണം. രണ്ട് മെട്രിക്സ് എങ്ങനെ മൈനസ് ചെയ്യും? 3k -2 എന്ത് കിട്ടും ആൻസർ? 3k -2. 3k -2. അടുത്ത -2k 0 മൈനസ് ചെയ്താൽ എന്ത് തന്നെ? -2k തന്നെ. 4k -0 എന്താണ്? 4k തന്നെയാണ്. -2k -2. നമുക്ക് കെയുടെ വാല്യൂലേ വേണ്ടത്. നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യാം. ഞാൻ ഇതെടുക്കുകയാണ്. 4kയും ഈ ഒരു 4ഉം എടുക്കുകയാണ്. അപ്പൊ 4k = 4. ദെൻ കെയുടെ വാല്യൂ എന്താണ് മക്കളെ? 4/4 എത്രയാണ്? 1. ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ എളുപ്പമാണ്. എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഏതാണ്? 134 നിന്ന് 125 ജി എന്ന് പറയുന്നത് 125 നിന്ന് 13 ഗിവൺ ബൈ എന്താണ്? ഗിവൺ തന്നിട്ടുള്ള എന്താണ്? എഫ് തന്നിട്ടുണ്ട്, ജി തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ജി കോമ്പോസിഷൻ എഫ് നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ആദ്യം വേണ്ട എന്താണ്? ആദ്യം എന്താണ്? എ എന്ന് പറയുന്ന ഒരു സെറ്റ്, അതുപോലെ ബി എന്ന് പറയുന്ന സെറ്റ്, വേറൊരു സെറ്റ്. ഇവിടെ ഇങ്ങോട്ടുള്ള ഫംഗ്ഷൻ ആര്? എഫ് എന്ന് പറയുന്നത് ആരാണ്? എഫ്. ആരാണ്ട മക്കളെ? എഫ്. അപ്പോൾ 134 നിന്ന് എങ്ങോട്ടാണ്? 125 ഏത്? എഫ് പോകുന്നത്. ജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന 125 നിന്ന് എങ്ങോട്ടാണ്? 13 ആര് പോകുന്നത്? ജി പോകുന്നത് അല്ലേ? ജി പോകുന്നത്. എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ 1ന് ആരുമായിട്ടാണ് കണക്ഷൻ? 2 ആയിട്ടാണ് കണക്ഷൻ. അതുപോലെ 3ക്ക് ആരുമായിട്ടാണ് കണക്ഷൻ? 5 ആയിട്ടാണ് കണക്ഷൻ. അതുപോലെ 4ന് ആരുമായിട്ടാണ് കണക്ഷൻ? 1 കണക്ഷൻ. ജി എന്ന് പറഞ്ഞാൽ എന്താണ്? 1ൽ നിന്ന് 3 2ൽ നിന്ന് 3 5ൽ നിന്ന് എന്തിലേക്കാണ് മക്കളെ? 1 ഫംഗ്ഷൻ. റൈറ്റ് ഡൗൺ ജി കോംബോ ഷേപ്പ്. ശ്രദ്ധിച്ചോണേ. നമുക്ക് വേണമെങ്കിൽ സെറ്റിന് പേര് കൊടുക്കാം. എ ബി സി എന്ന് കൊടുക്കാം. എയിൽ നിന്ന് ബിയിലേക്കുള്ള ഫംഗ്ഷൻ ആര്? എഫ്. ബിയിൽ നിന്ന് സിയിലേക്കുള്ള ഫംഗ്ഷൻ ആര്? ജി. നമുക്ക് വേണ്ടത് ജി കോമ്പോസിഷൻ എഫ് ആണ് വേണ്ടത്. ശ്രദ്ധിച്ചോണേ. എന്താണ് ഈ ജി കോമ്പോസിഷൻ എഫ്? നോക്കിക്കോണേ. എയിൽ നിന്ന് സിയിലേക്കുള്ള ഡയറക്റ്റ് ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്? ജി കോമ്പോസിഷൻ എഫ്. നമുക്ക് എപ്പോഴും പറ്റുന്നൊരു മിസ്റ്റേക്ക് ആണ്. എന്തുകൊണ്ട് ആദ്യം എഫും ജിയും പറഞ്ഞുകൂടാ എന്നൊക്കെ തോന്നും. പക്ഷേ അത് എഫ് കോമ്പോസിഷൻ ജി എന്നല്ല നമ്മൾ തന്നെ പറയുക. നമ്മൾ പറയുക എന്താണ്? എയിൽ നിന്ന് സിയിലേക്കാണെങ്കിൽ നമ്മൾ തന്നെ പറഞ്ഞ പേരാണ് എന്ത്? ജി കോമ്പോസിഷൻ എഫ് എന്നാണ് പറയുന്നത്. എന്താണ് ജി കോമ്പോസിഷൻ എഫ്? സോ ജി കോമ്പോസിഷൻ എഫ് ചോദിച്ചാൽ ഇവിടെ വളരെ ഈസിയാണ്, നിസ്സാരമാണ് നമുക്ക് അതിൻ്റെ ആൻസർ. എയിൽ നിന്ന് സിയിലേക്കുള്ള ഫംഗ്ഷൻ നിങ്ങൾ നോക്കിക്കേ. നമ്മൾ ആദ്യം 1 എവിടെ വന്നു? 1 എന്താണ്? ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു അല്ലേ? 1 എന്ത് ചെയ്തു? 1 ഇവിടുന്ന് സ്റ്റാർട്ട് 2-ലെത്തി. 2ൽ നിന്ന് 3 സോ 1ന് ആരുമായിട്ടാണ് കണക്ഷൻ? 1ന് 3 കണക്ഷൻ. സോ 1 3 ഏതാണ്? 1 3. അടുത്ത നമുക്ക് 2 എടുക്കാം. 3 എടുക്കാം. 3 5 വന്നിട്ട് 1 അല്ലേ? സോ ഇതാണ് 3 1. ഏതാണ്? 3 1 3 1 3 1. നെക്സ്റ്റ് അടുത്ത് നോക്കിയാൽ നിങ്ങൾ 4ൽ നിന്ന് 1 1ൽ നിന്ന് 3 സോ ഇതാണ് 4 3. ഏതാണ്ടാ? 4 3 4 3. ഇതാണ് എന്ത്? ജി കോമ്പോസിഷൻ എഫ്. ഇത് തൽക്കാലം വേറൊരെണ്ണോടെ ഞാൻ പറയാണ്. എഫ് കോമ്പോസിഷൻ ജി ആണ് ചോദിച്ചിരുന്നെങ്കിലോ നേരെ നിങ്ങൾ എവിടെ നിന്ന് ഇങ്ങോട്ട് വരണം? ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുമ്പോൾ
ഇവിടെ നിന്ന് ഇങ്ങോട്ടാണെങ്കിൽ എഫ് കോമ്പോസിഷൻ ചെയ്യുന്ന പറയുമ്പോൾ എന്താണ് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് കേട്ടോ. നേരെ തലരിച്ച് എഴുതിയാൽ മതി. എന്താണ് 1 ആണെങ്കിൽ 1 എവിടെ വരെ 1 3 ആയിട്ടാണ് കണക്ഷൻ വരുന്നത് അല്ലേ. 3 ആണെങ്കിൽ ആരുമായിട്ടാണ് കണക്ഷൻ 4 കണക്ഷൻ. ഇത്രയേ ഉള്ളൂ. അതുപോലെ തിരിച്ച് സിയിൽ നിന്ന് എന്താണ്ടാ എയിലേക്കാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? 1 ആരുമായിട്ട് കണക്ഷൻ ഉണ്ട്? 1 3 കണക്ഷൻ ഉണ്ട്. അതുപോലെ എന്താണ് 3 ആരുമായിട്ട് കണക്ഷൻ ഉണ്ട്? 3 4 കണക്ഷൻ ഉണ്ട്, 1 കണക്ഷൻ ഉണ്ട്. സോ ഇതായിരുന്നു എന്ത് എഫ് കോമ്പോസിഷൻ ജി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. നമുക്ക് എന്താണ് 2s + 3y = 2s + 3y = sin x ആണ്. നമുക്ക് ആരെ കണ്ടുപിടിക്കണം? dy/dx എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. സോ എന്താണ് 2 ഇൻറ്റു വിത്ത് റെസ്പെക്ട് ടു എക്സിന് ചെയ്യുമ്പോൾ എന്താണ് അതിൻ്റെ ഡെറിവേറ്റീവ്? എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. 3 ഇൻറ്റു വൈ ഡെറിവേറ്റീവ് dy/dx = sin x ഡെറിവേറ്റീവ് cos x അല്ലേ. നമുക്ക് dy/dx പോരെ. ഇപ്പം 2 + 3 ഇൻറ്റു dy/dx = cos x. ഈ +2 അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? മൈനസ് ആവും അല്ലേ. ഇപ്പം 3 ഇൻറ്റു dy/dx = cos x - 2. നമുക്ക് dy/dx ആണ് വേണ്ടത് അല്ലേ. അപ്പോൾ ഇൻറ്റു 3 അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? ഡിവൈഡ് ആവും. അത്രയേ ഉള്ളൂ. cos x - 2 /3. ഇത്രയേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി വാല്യൂ ഓഫ് cos ഇൻവേഴ്സ് cos 7π/6 നമുക്ക് എന്താണ് 7π/6 എഴുതണമെന്നുണ്ടെങ്കിൽ അല്ലേ. കോസ് ഇൻവേഴ്സും കോസും കൂടെ ക്യാൻസലൈസ് ചെയ്തതിന് ശേഷം 7π/6 എന്ന് എഴുതണമെന്നുണ്ടെങ്കിൽ ഇത് ആർക്കും ഇടയിലായിരിക്കണം? 0ക്കും 180ക്കും ഇടയിലായിരിക്കണം. പക്ഷേ 7π/6 എന്ന് പറഞ്ഞാൽ ആൻസർ എന്താണ്ടാ? π/6 എന്ന് പറഞ്ഞാൽ 30. അപ്പോൾ 7 × 30 210. 210 ഒരിക്കലും 0ക്കും 180ക്കും ഇടയിൽ അല്ല. സോ അത് കാരണം നമുക്ക് എന്ത് പറയാം? ആൻസർ 7π/6 അല്ല. വളരെ ഈസി ആയിട്ട് പറഞ്ഞു. എന്താണ് ആൻസർ? 7π/6 അല്ല. പകരം നമ്മൾ എന്താണ് ഇതിനൊരു ഒരു ചേഞ്ച് വരുത്തുന്നത്? നമുക്ക് എന്താണ് നമ്മളിവിടെ നിന്ന് അകത്തുള്ള ഈ ഒരു cos 7π/6 എടുക്കണം. ഈ ഒരു cos 7π/6 എടുത്തിട്ട് വേറെ എന്തെങ്കിലും വാല്യൂസ് കൊടുക്കാൻ പറ്റുമോ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഞാൻ cos 7π/6 എടുക്കുകയാണ്. അപ്പോൾ ഇതെന്താണ്ട cos 210 ആണ്. അപ്പോൾ cos 210 ആണെങ്കിൽ 210 നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ, 180 + 30 എന്ന് എഴുതാമല്ലോ. അതായത് cos π 180 എന്ന് പറഞ്ഞാൽ π, 30 എന്ന് പറഞ്ഞാൽ π/3. ഇങ്ങനെ എഴുതാമോ? എഴുതിക്കൂടെ? എഴുതാം. സോ ഇതിൻ്റെ ആൻസർ എന്താണ്? ഇവിടെ π വന്നത് കാരണം ഇവിടെ cos തന്നെ. ഇവിടുത്തെ ആംഗിൾ π/3 ആണെങ്കിൽ ഇവിടെ ആംഗിൾ എന്ത് തന്നെയാണ്? π/3 തന്നെയാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ കോർഡിനേറ്റ് സിസ്റ്റം വരയ്ക്കുമ്പോൾ എന്താണ് 0, 90, 180, 270, 360 അല്ലേ. 0 മുതൽ 90 വരെ എല്ലാ ഫംഗ്ഷനും എന്താണ്? പോസിറ്റീവ്, ഓൾ പോസിറ്റീവ്. ഇവിടെ സൈനും കൊസീക്കും എന്താണ്? പോസിറ്റീവ്. ഇവിടെ എന്താണ്ട മക്കളെ? ടാനും കോട്ടും ആണ് പോസിറ്റീവ്. അപ്പോൾ π + π/3, π എന്ന് പറയുമ്പോൾ 180 ആണ്. 210 എന്ന് പറയുമ്പോൾ ആർക്കും ഇടയിലാണ്? 180നും 270നും ഇടയിലാണ്. അവിടെ ഈ പറയുന്ന കോസ് എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പോൾ ആൻസറിൽ എന്ത് വരും? മൈനസ് വരും. ആൻസറിൽ എന്ത് വരും? മൈനസ് വരും. നമുക്ക് മൈനസ് വരുന്നൊരു ആൻസർ അല്ല വേണ്ടത്. ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടേ. എന്താണ് 180 + 30 അല്ലേ? 30നെ സൂചിപ്പിക്കുന്നത് π/6 ആണ്. π/6. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ cos 7π/6 ഇക്വലൻ്റ് ആയിട്ടുള്ള സാധനമാണ് ഇതല്ലേ. അപ്പോൾ ഇതിന് ഇക്വലൻ്റ് ആയിട്ട് നമുക്ക് വേറൊരു സാധനം കണ്ടുപിടിക്കാം. ഇവിടെ ഒരു മൈനസ് ഉണ്ട്. അതാണ് ഇവിടുത്തെ ഒരു വിഷയം എന്ന് പറയുന്നത്. സോ നമുക്ക് അവിടെ വേറൊരു സംഭവം എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ എന്താണ്? മൈനസ് ഈ എന്താണ് ഈ cos π/6 അതേ ഇക്വലൻ്റ് ആയിട്ടുള്ള വാല്യൂ കിട്ടുന്ന മറ്റൊരു സാധനം എഴുതാം. cos π, ഇവിടെ നമ്മൾ പ്ലസ് അല്ലേ, π - π/6 നിങ്ങൾ നോക്കി. ഇവിടെ എന്താണ്? കോസ് എന്താണ്? π ആയത് കാരണം ഇവിടെ ആര് തന്നെ വരും? ഇവിടെ π ഉള്ളത് കാരണം ഇവിടെ എന്ത് തന്നെ വരും? കോസ് തന്നെ വരും. ഇവിടുത്തെ ആംഗിൾ എന്ത് തന്നെ വരും? π/6 തന്നെ വരും. സോ ഇവിടെ π ഉള്ളത് കൊണ്ട് തന്നെ എന്താണ്? കോസായിട്ട് തന്നെ വരും. ഇവിടുത്തെ ആംഗിൾ π/6, അതും കറക്റ്റാണ്. π - π/6 എന്ന് പറഞ്ഞാൽ ഏതാണ്? π എന്ന് പറഞ്ഞാൽ 180 ആണ്. 180 ആണ് അല്ലേ.
ആദ്യം നിന്ന് 30 കുറച്ച് നമ്മൾ ഏത് ക്വാഡ്രന്റ് വരും? സെക്കൻഡ് ക്വാഡ്രന്റ്. ഇത് ഫസ്റ്റ്, ഇതെന്താണ് മക്കളെ? സെക്കൻഡ്. സെക്കൻഡിൽ ഈ പറഞ്ഞ കോസ് എന്താണ്? നെഗറ്റീവ് തന്നെയല്ലേ? സോ ഈ മൈനസ് കോസ് പൈ ബൈ 6ന് ഇക്വലന്റ് ആയിട്ടുള്ള വാല്യൂ ആണ് ആര്? പൈ മൈനസ് പൈ ബൈ 6 എന്ന് പറയുന്നത്. അപ്പോൾ പൈ മൈനസ് പൈ ബൈ 6 അല്ലേ? കോസ് പൈ ബൈ 1 എന്ന് കൊടുക്കാം. സോ പൈ ഇൻറ്റു 6, 6 പൈ മൈനസ് 1 ഇൻറ്റു പൈ, പൈ ബൈ 1 ഇൻറ്റു 6 എന്താണ് മക്കളെ? 6 ആണ്. സോ ആൻസർ കോസ് 5 പൈ ബൈ 6 എന്താണ്? 5 പൈ ബൈ 6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? പൈ ബൈ 6 എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? 30 ആണ് അല്ലേ? അപ്പൊ 5 ഇൻറ്റു 30 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 130. അപ്പോൾ കോസ് എന്താണ്? കോസ് 7 പൈ ബൈ 6ന് ഇക്വലന്റ് ആണ് ആര്? കോസ് 5 പൈ ബൈ 6. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? നമ്മുടെ ക്വസ്റ്റ്യൻ കോസ് ഇൻവേഴ്സ് അല്ലേ? കോസ് ഇൻവേഴ്സ് കോസ് 7 പൈ ബൈ 6ന് പകരം നമുക്ക് അവിടെ എന്ത് കൊടുക്കാം? കോസ് ഇൻവേഴ്സ് കോസ് 5 പൈ ബൈ 6 കൊടുക്കാം. ഇപ്പോൾ എന്താണ് ഈ പറയുന്ന കോസ് ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ റേഞ്ച് അതാണ് ആർക്കും ഇടയിലാണ്? 0ക്കും 180ക്കും ഇടയിലല്ലേ? ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന കോസ് ഇൻവേഴ്സും കോസും കൂടെ എന്ത് ചെയ്യാം? കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൻസർ 5 പൈ ബൈ 6 എന്ന് കിട്ടും. അത് ആർക്കും ഇടയിലുള്ള റേഞ്ചാണ്. 0ക്കും 180ക്കും ഇടയിൽ തന്നെയാണ് ആര് വരുന്നത്? ഈ പറയുന്ന 5 പൈ ബൈ 6 എന്ന് പറയുന്ന വാല്യൂ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. സൈൻ ഇൻവേഴ്സ് 2x റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 2 സൈൻ ഇൻവേഴ്സ് എക്സ് ആണ് നമുക്ക് എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം അല്ലേ? അപ്പം ഞാൻ ഇവിടുന്ന് ആദ്യം എന്തായിട്ട് എടുക്കുകയാണ്? LHS ലെഫ്റ്റ് ഹാൻഡ് സൈഡായിട്ട് എടുത്തിട്ട് ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ്. പുട്ട് എക്സ് ഈക്വൽ ടു സൈൻ തീറ്റ. എക്സിന് എന്ത് കൊടുക്കാൻ പോകേണ്ട മക്കളെ? സൈൻ തീറ്റ എന്ന് കൊടുക്കാൻ പോകണം. അപ്പം തന്നെ എഴുതിക്കോണം തീറ്റ ഈക്വൽ ടു എന്നാണ്? തീറ്റ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതിക്കോണം. സോ ഇതെങ്ങനെ മാറും? സൈൻ ഇൻവേഴ്സ് 2x എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ ഇൻറ്റു റൂട്ട് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ അല്ലേ? എക്സ് ഉള്ളിടത്തെല്ലാം ഞാൻ സൈൻ തീറ്റ കൊടുത്തു. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ. ആൻസർ എന്താണ് മക്കളെ? 1 അല്ലേ? അപ്പൊ അതിൽ നിന്ന് എന്താണ്? കോസ് സ്ക്വയർ തീറ്റ എന്തായിരിക്കും? ഈ പ്ലസ് ആണ് അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? മൈനസ് ആവും. അപ്പൊ ഇവിടെ സൈൻ ഇൻവേഴ്സ് 2 സൈൻ തീറ്റ ഇൻറ്റു റൂട്ട് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റയ്ക്ക് പകരം നമുക്ക് ആരെ കൊടുക്കാം? കോസ് സ്ക്വയർ തീറ്റ കൊടുക്കാം. ദാറ്റ് ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 2 സൈൻ തീറ്റ. സ്ക്വയറും റൂട്ടും അടുത്തടുത്ത് വന്നാൽ എന്തായി പോകും? അത് കട്ടായി പോകും. എന്നിട്ട് അവിടെ എന്ത് മാത്രം വരും? കോസ് തീറ്റ മാത്രം വരും. പഠിച്ചു വെച്ചോണേ. 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അത് ആരാണത്? അത് സൈൻ 2 തീറ്റയാണ്. ഏതാണ്? സൈൻ 2 തീറ്റ. നമുക്കവിടെ എന്ത് കൊടുക്കാം? സൈൻ ഇൻവേഴ്സ് സൈൻ 2 തീറ്റ. സൈൻ ഇൻവേഴ്സ് സൈനോടെ കട്ട് ചെയ്ത് കളയാം. ബാക്കി നമുക്ക് ഇവിടെ എന്ത് കിട്ടും? 2 തീറ്റ. ദാറ്റ്സ് ഈക്വൽ ടു തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? തീറ്റ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് അല്ലേ? ദാറ്റ്സ് ഈക്വൽ ടു RHS. ഇത്രയേ ഉള്ളൂ. അടുത്ത ദിവസം നോക്കിയേ. നമുക്കിവിടെ എന്ത് ചെയ്യാം? ഈ 3 കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ എല്ലാത്തിനും ഇൻറ്റു ചെയ്യാൻ പറ്റും. അപ്പോൾ 3 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 3x 3y 3z 3w ഈക്വൽ ടു നമുക്ക് രണ്ടും കൂടെ എന്ത് ചെയ്യാൻ പറ്റും? ആഡ് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ S+4 എന്താണ്? S+4 എന്താണ്? S+4. അടുത്തത് 6 നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ എന്താണ്? 6 പ്ലസ് S പ്ലസ് y. അടുത്തത് -1 പ്ലസ് z പ്ലസ് w. നെക്സ്റ്റ് വൺ എന്താണ്? 2w പ്ലസ് 3. അത് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് എക്സും വൈയും സെറ്റിൻ്റെയും ഡബ്ല്യൂൻ്റെയും ഒക്കെ വാല്യൂ ആണ് വേണ്ടത്. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ആദ്യം ഇത് തന്നെ എടുക്കാം. 3x x+4 എന്താണ്? ഈക്വൽ ആയിരിക്കുമല്ലോ പരസ്പരം. അപ്പോൾ 3x ഈക്വൽ ടു എന്താണ്? S+4 പ്ലസ് എക്സ് ഇപ്പുറത്തും എന്താവും? -x ആവും ഈക്വൽ ടു 4. 3x - x എന്താണ് ആൻസർ? 2x ഈക്വൽ ടു 4. അങ്ങനെ എക്സിൻ്റെ വാല്യൂ ഇൻറ്റു 2 അപ്പുറത്ത് പോകുമ്പോൾ ഡിവൈഡ് 4/2 എത്രയുണ്ട? 2. സോ എക്സിൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 2 എന്ന് കിട്ടി. ഇനി നമുക്ക് y വേണം അല്ലേ? നമുക്ക് ഇതിനെ പരസ്പരം ഇക്വേറ്റ് ചെയ്യാം. സോ നമുക്ക് എന്ത് കിട്ടും? പറഞ്ഞു. 3y ഈക്വൽ ടു 6 പ്ലസ് എക്സ് പ്ലസ് y. അപ്പോൾ 3y ഈ പ്ലസ് y ഇപ്പുറത്തും എന്താവും?
മൈനസ് വൈ ആവും. 6 പ്ലസ് എക്സിൻ്റെ വാല്യൂ നമുക്ക് എത്രയെന്ന് അറിയാം, 2 എന്നറിയാം അല്ലേ. സോ 2y ഈക്വൽ ടു 6 പ്ലസ് 2 എത്രയാണ് മക്കളെ 8. ദെൻ y ഈക്വൽ ടു 8/2 എത്രയാണ് ആൻസർ 4. നമുക്ക് വൈയും കിട്ടി. ഇനി നമുക്ക് അടുത്ത ആര് വേണം, 3z ഇതും കൂടെ പരസ്പരം ഇക്വേറ്റ് ചെയ്യാമായിരുന്നു. പക്ഷെ ഒരു വിഷയമുണ്ട്, നമുക്ക് അവിടെ ആരെ അറിയില്ല, z അറിയില്ല, w അറിയില്ല. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, നേരെ അടുത്ത സെറ്റിലോട്ട് പോകാം. ഏതാണ് ആ സെറ്റ്, 3w ഈക്വൽ ടു 2w പ്ലസ് 3 എടുക്കാം. 3w ഈക്വൽ ടു 2w പ്ലസ് 3. അപ്പോൾ 3w ഈ പ്ലസ് 2w പുറത്തിടുമ്പോൾ എന്താവും, മൈനസ് 2w ഈക്വൽ ടു 3. അപ്പോൾ ആൻസർ നമുക്ക് എന്ത് കിട്ടും, 2w ഈക്വൽ ടു 3 മൈനസ് 2 എത്രയാണ് 1 ആണല്ലേ, 1w അതായത് w അല്ലേ, w ഈക്വൽ ടു എന്താണ് 3. ഇനി നമുക്ക് എങ്ങോട്ട് പോവാം, നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ സെറ്റിലേക്ക് പോവാം. ഇത് രണ്ടും കൂടെ എടുക്കാം അല്ലേ. അപ്പോൾ 3z ഈക്വൽ ടു എന്താണ്, -1 പ്ലസ് z പ്ലസ് w. ഈ പ്ലസ് z ഇപ്പുറത്തും എന്താവും, മൈനസ് ആവും അല്ലേ. 3z മൈനസ് z ഈക്വൽ ടു -1 പ്ലസ് w എന്ന് പറഞ്ഞാൽ 3 ആണ്. 3z മൈനസ് 1z എത്രയാണ് ആൻസർ, 2z ഈക്വൽ ടു -1 പ്ലസ് 3 എന്താണ് 2 ആണ്. സോ z ഈക്വൽ ടു 2/2. 2/2 എത്രയാണ് 1. സോ സിമ്പിൾ.